എന്തിനാണ് ഈ ഹർത്താൽ? എന്തിനുള്ളതാണ്? ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഹർത്താൽ എന്ന് പറഞ്ഞാൽ എന്തിനാണെന്ന് ചോദിച്ചാൽ യൂണിയൻ ആർക്ക് വേണ്ടിയുള്ളതാണ്? ആർക്ക് വേണ്ടിയുള്ളത്? യൂണിയൻ ആർക്ക് വേണ്ടിയുള്ളത്? ആർക്ക് വേണ്ടി? അതാണ് ഞാൻ ഇന്നത്തെ ഹർത്താൽ എന്തിനാണ്? യൂണിയൻ നടത്തുന്നതാണോ ജനങ്ങൾ നടത്തുന്നതാണോ? അല്ല, ഇന്ന് ഹർത്താൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അതെങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? നിങ്ങളിപ്പോ ഇന്ന് ഹർത്താലിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇല്ല, അതെങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? ഹർത്താൽ എന്തിനാണ് വെച്ചിരിക്കുന്നത്? അതാണ് ചോദ്യം. ആർക്ക് വേണ്ടി? അതാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. പീതാംബരൻ സാറേ ഇവര് പ്രാന്താണ്. അതാണ് എന്റെ ചോദ്യം. ഇതാണ് ആർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഹർത്താൽ വെച്ചിരിക്കുന്നത്? ശരിക്കും ആർക്ക് വേണ്ടിയിട്ടാണ്? ആർക്ക് വേണ്ടിയാണ്? ഇത് പാർട്ടിക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ യൂണിയൻ നേതാക്കന്മാർക്ക് വേണ്ടി. സാധാരണ ജനങ്ങൾക്ക് ഇതിൽ എന്താണ് ഉപയോഗം? ഒരു ഉപയോഗമില്ല. ഈ ഹർത്താലിന്റെ പേരിൽ ഇനി അടുത്ത ബജറ്റിൽ എത്ര കോടി രൂപ ഇവര് ഒതുക്കും? അതായത് ഒരു സാധനത്തിന് വില കയറ്റം വയ്ക്കുന്നത് എങ്ങനെയാണ്? ഗവൺമെന്റിന് നഷ്ടം വരും. ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ അത് ആരാണ്? നമ്മുടെ തലയ്ക്ക് തന്നെ ഈ പൈസ എന്ത് ചെയ്യുന്നത്? പക്ഷെ എന്റെ ചോദ്യം ഇതല്ല. ഇന്ന് ഹർത്താലാണെന്ന് അറിയാമല്ലോ. അറിയാം. എന്തിനാണ് ഈ ഹർത്താൽ? ഹർത്താൽ അറിയാമെന്ന് പറഞ്ഞാൽ ഈ ഹർത്താൽ ആര് എവിടെ എങ്ങനെയാണ് പ്രവർത്തിച്ചെന്നുള്ള പോലും അറിയില്ല. പക്ഷെ ഇന്ന് ബസ് ഓടാത്തതിലും ചില കടകൾ തുറക്കാത്തതിലും ഇന്ന് ഹർത്താലാണെന്ന് നമ്മുടെ അറിയപ്പെട്ടു. അത് എന്തിനാണെന്നുള്ളത് ഒരു ഐഡിയ ആണെന്നുള്ളത് അത് അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. കുറച്ചുകാലം ഇപ്പൊ ഹർത്താൽ എന്ന് പറയുന്ന വാക്കില്ലായിരുന്നു. ഇപ്പൊ ഏതാ ഹർത്താൽ എന്ന് പറയുന്ന വാക്ക് വന്നിരിക്കും. പോണവൻ രാമഭദ്രൻ തല്ലിയവൻ പിടിച്ചോ